ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസ്തത എന്ന ഘനമേറിയ വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ അതിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നു. വിശ്വസ്തത എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൽ ഏറ്റവും പൂർത്തീകരിച്ച് വെളിപ്പെടുത്തിയത്. ആ സ്വഭാവം ദൈവസഭയിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്തുന്നവൻ എന്നേക്കും ദൈവത്തോടുകൂടെ വസിക്കും. വിശ്വസ്തത കാണിക്കുന്നവൻ ദൈവത്തോടുകൂടെ വസിക്കും. അത് നമ്മൾ വചനത്തിൽ കാണുന്ന സത്യമാണ്. എന്നാൽ എല്ലാവരും വിശ്വസ്തരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കർത്താവ് വിളിച്ചു വരുത്തുന്ന എല്ലാ മനുഷ്യരിലും ആത്യന്തികമായി കർത്താവ് അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. കർത്താവ് അന്വേഷിക്കുന്ന വിശ്വസ്തത അതിൽ കണ്ടെത്തിയാൽ അത് ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് ദൈവം കണക്കുകൂട്ടും. ആ ഫലം മറ്റ് ഫലത്തേക്കാൾ ഉന്നതവുമാണ്. അതിന് വചനം പറയുന്നത് ന്യായപ്രമാണത്തിൽ ഘനം കൂടിയവയും കുറഞ്ഞതവയുമുണ്ട്. ഭൗതിക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദശാംശം, വഴിപാട്, ആദ്യദാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ന്യായപ്രമാണത്തിൽ ഘനം കുറഞ്ഞവയും. ന്യായം, കരുണ, വിശ്വസ്തത എന്നീ 3 കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ ഏറ്റവും ഘനമായതുമായി വചനം എഴുതിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യന് ഘനമുണ്ടാകണമെങ്കിൽ ഭൂമിയിൽ ഘനം കുറഞ്ഞവയും ഘനം കൂടിയവയുമുണ്ട്. ഘനം കുറഞ്ഞവ അത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നില്ല. അത് ഏത് സമയത്തും ഒരു ചെറിയ കാറ്റോ മറ്റേതെങ്കിലും ബാഹ്യശക്തികളോ ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് പൊങ്ങും അല്ലെങ്കിൽ മാറിപ്പോകും. ഇതുപോലെ തന്നെ ആത്മീക ലോകം, സ്വർഗീയ മണ്ഡലം, അതിൽ ഘനമായതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളാണ്. ദൈവ തേജസ്സാണ് അതിൽ ഘനം കൂടിയവയിൽ പെട്ടതാണ് ന്യായം, കരുണ, വിശ്വസ്തത. ഇവർക്ക് സ്വർഗത്തിലുള്ള അവകാശം ഏറ്റവും വലുതാണ്. സ്വർഗമുണ്ട്, സ്വർഗാദി സ്വർഗമുണ്ട്. കർത്താവ് വസിക്കുന്നത് സ്വർഗാദി സ്വർഗത്തിലാണ്. കർത്താവിനോട് കൂടെ വസിക്കാൻ ഭാഗ്യം ലഭിച്ചവർ വിശ്വസ്തരാണ്. വിശ്വസ്തർക്കാണ് ആ ഭാഗ്യം ലഭിക്കുന്നത്. എന്നീ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നു. എന്നാൽ എന്താണ് വിശ്വസ്തത, എങ്ങനെയാണ് വിശ്വസ്തത കാണിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? മനുഷ്യൻ്റെ വിശ്വസ്തത വെളിപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം നോക്കുന്ന ഒരു സന്ദർഭമാണ് അന്യമായതിൽ ഉള്ള വിശ്വസ്തത. അന്യമായതിലുള്ള വിശ്വസ്തത, അതിൽ മനുഷ്യൻ വിശ്വസ്തരാകുക എന്നുള്ളത് അത് അപൂർവമാണ്. തന്നെ സംബന്ധിക്കുന്ന കാര്യമാകുന്നുവെങ്കിൽ, തനിക്കുള്ളവരുടെ കാര്യമാകുന്നുവെങ്കിൽ അവരത് ശ്രദ്ധിക്കും, വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ കുഞ്ഞുങ്ങളുടെ അന്യരുടെ, തന്നെ ബാധിക്കാത്തവരുടെ കാര്യമാകുന്നുവെങ്കിൽ അതിൽ വിശ്വസ്തത കുറയും. ഇത് ദൈവം ശോധന ചെയ്തിട്ട് മാത്രമേ സ്വന്തമായത് പരമേൽപ്പിക്കുകയുള്ളൂ.
ഒരാള് മക്കളില്ലാത്ത ഭാര്യയും ഭർത്താവും ദമ്പതിമാർ, അവർക്കൊരു കുഞ്ഞ് വേണം. അവർക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നുമില്ല. അങ്ങനെ ആദ്യ ദാഹത്താൽ അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തു. ആ കുഞ്ഞിനെ ദത്തെടുത്ത് തങ്ങളുടേതാക്കി വളർത്തി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തങ്ങൾക്കൊരു ശിശു ജനിച്ചു. ഒടുവിൽ ആ എടുത്തു വളർത്തിയ കൊച്ചിനെ അവിടെ ആ ഭവനത്തിൽ ഒരു ജോലിക്കാരിയായി തീരേണ്ടുന്ന അവസ്ഥ വന്നു എന്ന് ഒരു ചരിത്രമുണ്ട്, ഒരു കേൾവിയുണ്ട്. ഇത് എന്തുകൊണ്ട്? ആ കുഞ്ഞിൻ്റെതായ മാതാപിതാക്കളും സ്വന്തപ്പെട്ടവരുമുണ്ട്. ആ കുഞ്ഞ് അതിനെ കൊടുത്തവര്, ഇവര് അതിനെ മേടിച്ചപ്പോൾ ഇവർ ധനികരാണ്. ഇവരുടെ മകളായിട്ട് അതിനെ വളർത്തും. അവൾ വലിയൊരു നിലയിൽ ആയിത്തീരും. തങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യം വളർത്തു മാതാവായ ആ സ്ത്രീയും പിതാവായ ആ മനുഷ്യനും അവൾക്ക് സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് അവരുടെ ആശയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഒടുവിൽ തിരിഞ്ഞു വന്നപ്പോൾ തീർത്തും ദുഃഖകരമായ ചില കാര്യങ്ങൾ ആണ് അവിടെ ഉണ്ടായത്. ഇതൊക്കെയും നമ്മൾ ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായ അനവധി കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുന്നത്, വിശ്വസ്തതയുള്ള ഒരു കാര്യം ഇക്കാര്യത്തിൽ അന്യമായതിലുണ്ടാകുകയില്ല. അന്യമായത് എന്നും അന്യം തന്നെ, സ്വന്തമായത് എന്നും സ്വന്തം തന്നെ. സ്വാർത്ഥതയില്ലാത്ത മനുഷ്യർ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലോകത്തിലെ ചരിത്രം അധികം പരിശോധിക്കുമ്പോഴും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെയും ജീവിതം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകത്വം, ആ മഹത്തായിട്ടുള്ള ശുശ്രൂഷ അത് ഫലമേൽപ്പിക്കണമെങ്കിൽ അവൻ കടന്നു പോകേണ്ടുന്നൊരു വഴിയാണ് അന്യമായതിൽ അവൻ വിശ്വസ്തത കാണിക്കണം. അന്യമായതിലുള്ള വിശ്വസ്തത എന്ന് നാം പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തുമ്പോൾ അവർക്ക് നായകനായിട്ട് കർത്താവ് അയച്ചത് മോശയാണ്. മോശയോടുകൂടി അഹ്റോനെയും മിർയാമിനെയും കൂട്ടുവേലക്കാരായിട്ട് കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിൽ കൂടി നടത്തി കനാൻ ദേശത്ത് എത്തിക്കുവാനുള്ള ആ പദ്ധതിയിൽ മോശ ആ പ്രവൃത്തിയിലൊക്കെയും തൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യാതൊരു അവിശ്വസ്തയും മോശയിലുണ്ടായിരുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ പൂർണ്ണനല്ല. അവനിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ശ്രമിച്ചാലും നീങ്ങിപ്പോകാത്ത പാപം അവനിലുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളത് അപ്രാപ്യമാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രവൃത്തികളൊക്കെയും കർത്താവ് ക്ഷമിച്ചുകൊണ്ട് അതൊക്കെയും നീക്കി അവരെ നടത്തിക്കൊണ്ടു വരുവാൻ ഒരാളെ ദൈവം നിയമിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് തൻ്റെ ജനത്തിന് ആടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇടയനും ആടുകൾ. ഇടയൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയാണ്. യഹോവയാണ് ഇടയൻ. ആ യഹോവയുടെ സ്ഥാനത്ത് നിന്ന്, കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവജനമാകുന്ന ആടുകളെ നടത്തുവാൻ ദൈവം ഏൽപ്പിച്ച് വളർത്തിയെടുക്കുന്ന ആളിനെയാണ് ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. ഈ ഒരു ശുശ്രൂഷയിലേക്കാണ് മോശ വരുവാനിടയായി തീർന്നത്.
അതിനു വേണ്ടിയിട്ട് ഏറ്റവും വേണ്ടത് മനുഷ്യന് സ്വന്തം നീതിയും ന്യായവും സ്വാർത്ഥതയും ഉണ്ടാകാൻ പാടില്ല. അന്യായം, സ്വാർത്ഥത എന്നിവയുണ്ടെങ്കിൽ, നീതി, അന്യായം, സ്വാർത്ഥത എന്നിവയുണ്ടെങ്കിൽ അവർക്ക് ദൈവജനത്തെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിപ്പാൻ സാധിക്കില്ല. കാരണം ദൈവജനം എപ്പോഴും അവരവരുടേതായ ബലഹീനതകളിലും അവരുടേതായ ജഡികതകളിലും ബന്ധിക്കപ്പെട്ടവരാണ്. അവരിൽ തെറ്റുകുറ്റങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും. സ്വാഭാവികമായിട്ട് അവര് നേരോടെ നടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഇടയൻ്റെ ആവശ്യമില്ലായിരുന്നു. ദൈവം പറഞ്ഞാൽ മതി. എന്നാൽ അവർക്കൊരു നായകൻ വേണം, ഒരിടയൻ വേണം. ആ ഇടയനിൽ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു പറഞ്ഞു. യേശു നല്ല ഇടയനാണ്. യേശു നല്ല ഇടയനായിരിക്കുമ്പോൾ ആയിരിക്കുന്നത് പോലെ യേശു തനിക്ക് പകരം നിയമിച്ചാക്കുന്ന ഇടയനും വിശ്വസ്തനായിരിക്കണം. അങ്ങനെയുള്ള വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഏറ്റവും വിശ്വസ്തനായിരിക്കാൻ സാധിക്കുന്നത് സൗമ്യതയും താഴ്മയും ഉള്ളവർക്കാണ്. സൗമ്യതയും താഴ്മയും ഇല്ലാത്തവർക്ക് ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തരായിരിക്കാൻ സാധിക്കില്ല. സൗമ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ സെഫന്യാവിൻ്റെ എൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്ന സൗമ്യന്മാർ, ദൈവത്തിൻ്റെ ന്യായം പ്രവർത്തിക്കുന്നവരാണ് സൗമ്യന്മാർ. മനുഷ്യൻ്റെ ന്യായമല്ല, എല്ലാവർക്കും അവരവരുടേതായ ഒരു ന്യായമുണ്ട്, അവരവരുടേതായ അഭിപ്രായമുണ്ട്, എല്ലാവർക്കും അവരവരുടേതായ യുക്തിബോധമുണ്ട്. എന്നാൽ അതിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ഹിതം എന്തോ അതിന് കീഴടങ്ങുമ്പോൾ അവൻ സൗമ്യതയുള്ളവനായിട്ട് ദൈവം കണക്ക് കൂട്ടുന്നു. സൗമ്യതയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നടത്തപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന് മുമ്പാകെ താഴ്മയോടെ ഇരിക്കുന്നു. ഒരിക്കലും അവൻ്റെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ ഉയരുകയില്ല. അവനെപ്പോഴും തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി എപ്പോഴും കാക്ഷിച്ചും അതിന് കീഴ്പ്പെട്ടുമിരിക്കും. ഏത് അഭിപ്രായങ്ങൾ തനിക്കുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് വിലവെച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ തന്നെത്താൻ ഉയർത്താൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായം പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ ആധിപത്യത്തെ അംഗീകരിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവനൊരു ഇടയനായിരിക്കാൻ പ്രാഥമിക യോഗ്യത ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രാപിച്ചു കഴിഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം പ്രാപിക്കും. ഈ നുകം, കർത്താവിൻ്റെ നുകമുണ്ട്. ക്രിസ്തു യേശുവിന് ഒരു നുകമുണ്ട്. ഈ നുകം കർത്താവ് വഹിക്കുന്നതാണ്. ഈ നുകം ആരെല്ലാം ഏൽക്കുന്നുവോ ആ ഏൽക്കുന്നവന് കർത്താവിൻ്റെ സ്വഭാവം പഠിക്കാൻ അവസരം കൊടുക്കുകയാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവിൻ്റെ നുകം ഏറ്റ് അത് കഴുത്തിൽ വെച്ച് കർത്താവിനോടൊപ്പം ആ നുകം വലിക്കാൻ തയ്യാറായി വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ, നുകത്തിൻ്റെ മറുവശത്തുള്ള കർത്താവിൽ നിന്ന് പഠിക്കാൻ അവസരം ലഭിക്കുകയാണ്. അങ്ങനെ
ഈ യാത്രയിൽ, ഈ മുഖം വെച്ചുള്ള യാത്രയിൽ ഒരു ന്യായം വന്നു. എന്നാൽ ആ ന്യായത്തെക്കാൾ കൂടുതൽ ദൈവത്തിന് വേറൊരു ന്യായം വന്നു. ദൈവത്തിൻ്റെ ന്യായത്തിന് കീഴ്പ്പെട്ടു. തൻ്റെ ന്യായം അവിടെ വിലയില്ലാതെ പോയി. തൻ്റെ പ്രവൃത്തിയേക്കാൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് അവിടെ ആധിപത്യം വന്നു. അതിന് ആദ്യം കീഴടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അതിന് കീഴടങ്ങുന്ന ഒരവസ്ഥ വന്നു. ദൈവേഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യും. അത് ദൈവഹിതമാകുന്നെങ്കിൽ നടക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളിലേക്ക് മനുഷ്യൻ ചുരുങ്ങുന്നു. അതായത് നമ്മുടെ യുക്തിക്കും മനുഷ്യൻ്റെ സ്വാഭാവികമായ യുക്തിക്കും ബുദ്ധിക്കും നല്ലതെന്ന് തോന്നുന്ന കാര്യം ദൈവത്തിന് നല്ലതായിക്കൊള്ളണമെന്നില്ല. നമ്മൾ അംശമായി കാണുന്നു, ദൈവം ആദ്യോടന്തം കാണുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം ദൈവത്തിന് നല്ലതായിക്കൊള്ളണമെന്നില്ല. അപ്പം ഏറ്റവും ആദ്യം വേണ്ടത് ദൈവത്തെ വിശ്വസിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറമാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ ദൈവം തൻ്റെ ഉദ്ദേശത്തിലെത്തിക്കും. ഒരു മനുഷ്യനോട് ഒരു കാര്യം കർത്താവ് പറയുമ്പോൾ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ, നയമാൻ കുഷ്ഠരോഗം മാറാൻ പോയി. കുഷ്ഠരോഗം സൗഖ്യമാകാൻ ഒരു പെൺകുട്ടിയുടെ സുവിശേഷം കേട്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നീ പോയി യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം, നിനക്ക് സൗഖ്യം വരും. അവൻ ചിന്തിച്ചത് അങ്ങനെയല്ല. പ്രവാചകൻ തന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് വരും, കുഷ്ഠരോഗമുള്ള ഭാഗത്ത് തൻ്റെ കൈ ഉയർത്തി നീട്ടി കർത്താവിൻ്റെ നാമം വിളിക്കും, നിന്നെ ഞാൻ സൗഖ്യമാക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരത്ഭുത പ്രവർത്തിയാൽ അതിന് സൗഖ്യം വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ആ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ യുക്തി വേഗം ഉണർന്നു. പ്രയാസമുള്ള കാര്യമല്ല പ്രവാചകൻ പറഞ്ഞത്. തൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യത്തേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോഴേക്കും ക്രുദ്ധിച്ച് അവൻ തിരിച്ചുപോയി. കുഷ്ഠരോഗം മാറാൻ വന്നവൻ ക്രുദ്ധിച്ച് തിരിച്ചുപോയി. തിരിച്ചുപോയപ്പോൾ ഒരുവൻ ബുദ്ധി ഉപദേശിച്ചു, തൻ്റെ ബാല്യക്കാരൻ ബുദ്ധി ഉപദേശിച്ചു. യജമാനെ വലിയൊരു കാര്യം പ്രവാചകൻ പറഞ്ഞിരുന്നുവെങ്കിൽ കേൾക്കുകയില്ലായിരുന്നോ? നിശ്ചയമായിട്ടും കേൾക്കുമായിരുന്നു. ഒരു 100 കിലോ സ്വർണം വേണം, അല്ലെങ്കിൽ കുറേ വസ്ത്രം വേണം, വെള്ളിക്കട്ടി വേണം, എൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവാചകന്മാർക്ക് വസിക്കാൻ വലിയൊരു കൊട്ടാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞെങ്കിൽ യജമാനൻ കേൾക്കില്ലായിരുന്നോ? നിശ്ചയമായിട്ടും കേൾക്കും. കാരണം രാജാവിൻ്റെ പ്രിയപ്പെട്ടവനാണ്. ആരാം രാജ്യത്ത്, ഇന്നത്തെ സിറിയ എന്ന രാജ്യത്തിൻ്റെ ആധിപത്യമുള്ള രാജാവിൻ്റെ ഏറ്റവും പ്രിയനാണ്. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നയമാൻ്റെ കയ്യിലാണ്. അത്രമാത്രം ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന ആളാണ്. അയാളോട് എന്ത് ചോദിച്ചാലും കിട്ടും, അയാൾക്ക് എന്ത് സാധിക്കും. ഈ വേലക്കാരൻ പറഞ്ഞു, യജമാനെ നിന്നോട് എലീശ പ്രവാചകൻ പറയുകയാണ്, ഒരു വലിയ കാര്യമാണ് പറഞ്ഞതെങ്കിൽ നീ പോയി ചെയ്യില്ലായിരുന്നോ? പിന്നെ യോർദാനിൽ പോയി കുളിക്കാമെന്ന് പറഞ്ഞാൽ എന്ത് 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 നഷ്ടം? അത് കേട്ടപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. പോയി യോർദാനിൽ 7 പ്രാവശ്യം പറഞ്ഞതുപോലെ മുങ്ങി സൗഖ്യമായി. അത് ഭാഗ്യം കൊണ്ടാണ്. എന്നാൽ ഈ നയമാൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പിന്നീട് യേശുവിൻ്റെ കാലത്ത് യേശു നയമാനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് നയമാൻ്റെ കാലത്ത്, എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ തന്നെ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു. അവരാരും സൗഖ്യമായില്ല. എന്നാൽ സുറിയക്കാരനായ നയമാൻ മാത്രമേ സൗഖ്യമായിരുന്നുള്ളൂ. എന്താണ് അതിന് കാരണം? നയമാനൊരു ശ്രേഷ്ഠതയുണ്ട്. നയമാൻ ദൈവം മുൻകണ്ടിട്ടുള്ളവനാണ്. അതായത് ദൈവത്തിൻ്റെ നീതിക്ക് കീഴടങ്ങുന്നവനാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ നീതിക്ക് കീഴടങ്ങുന്നവനും ദൈവത്തിന് പ്രിയനായവനും ദൈവം മുൻകണ്ടിട്ടുള്ളവനുമാണ് ഈ പണി ചെയ്ത് ഏത് പ്രവാചകൻ പറഞ്ഞപ്പോൾ ക്രുദ്ധിച്ചു പോയത്. അപ്പോൾ അവിടെയുള്ള അന്നുള്ള കുഷ്ഠരോഗിയെ വിളിച്ചേച്ച് പറഞ്ഞാലോ നടക്കില്ല. അവൻ്റെ മനസ്സിൽ ചിലതിരിപ്പുണ്ട്. ഇന്നും ദൈവസഭയിലും ദൈവജനത്തിൻ്റെ ഇടയിലും സൗഖ്യം വരാതെയും ശുശ്രൂഷ പ്രാപിക്കാതെയും രണ്ട് കാര്യങ്ങളാണ്. സൗഖ്യമാകാതെയും ശുശ്രൂഷ പ്രാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും മുഖ്യമായ കാരണമാണ് സൗമ്യതയില്ലായ്മ. സൗമ്യത ഇല്ലാതെ കൊണ്ട് സംഭവിക്കുന്നത് എന്താ? അവരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതനുസരിച്ചിട്ട് ദൈവം പറഞ്ഞാൽ നടക്കും. അല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടം ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം, ഒരു അനുഭവം അവരിൽ നിന്നുണ്ടാകാൻ സാധിക്കില്ല. അതാ കർത്താവ് പറഞ്ഞത്. എന്തോരം കുഷ്ഠരോഗികൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ട്. എന്നിട്ട് ജാതികളുടെ ഇടയിൽ നിന്ന് വന്നവന് സൗഖ്യമായി. ഇസ്രായേൽ ജനത്തിൽ നിന്ന് ജനത്തിലുള്ള കുഷ്ഠരോഗികൾ എന്നും കുഷ്ഠരോഗികളായിട്ടിരിക്കുന്നു. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്യുന്ന, തൻ്റെ ഇഷ്ടത്തെ മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുകയും ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന സൗമ്യവും താഴ്മയുമുള്ള ജീവിതങ്ങൾ, ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ദാസനായ മോശയെ 40 വർഷം ആടുകളെ മേയ്ക്കുന്ന വേലയിലേക്ക് മിദ്യാൻ ദേശത്തേക്ക്, ഇന്നത്തെ അറബി ദേശത്തേക്ക് അയക്കുവാനിടയായി തീർന്നു. 40 വയസ്സായപ്പോൾ പോയ മോശ 80 വയസ്സായപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയും സന്ദർശനവും മുഖാന്തരം തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ കർത്താവ് ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ മോശയെ അയച്ചു. മോശ പോയി ഈ ജനവുമായി പോവുകയാണ്. ഈ ഇസ്രായേൽ ജനത്തെ ഒരു ദിവസം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ സ്ഥാനത്ത് എങ്ങനെ ഇരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ സംവിധാനത്തിനൊന്നും കീഴടങ്ങാൻ അവർക്ക് മനസ്സുമില്ല. ദൈവം ഇവരെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്താൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ഒടുവിൽ ജനത്തിൻ്റെ ശാഠ്യവും മത്സരവും ഏറ്റവും വർദ്ധിച്ചപ്പോൾ മോശ തന്നെ ചോദിക്കുന്നുണ്ട്, കർത്താവെ, നീ ഇങ്ങനെ എന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ, ഈ ജനത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ തലയിൽ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ കൊല്ലണം, എന്നെ കൊന്നേക്ക്. അല്ല, ഈ ജനത്തെ മുഴുവനും നീ മാർവൽ എടുത്തുകൊണ്ട് പോകണമെന്ന് പറയാനായിട്ട് ഞാൻ ഇതിനെയൊക്കെ പ്രസവിച്ച് പോറ്റി വളർത്തിയാ? ഇല്ലല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോശയുടെ വാഗോണ്ട് ചോദിക്കാനിടയായി തീർന്നു. അത്രമാത്രം മത്സരമായിരുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇതിനൊക്കെയും ശിക്ഷയും ശാസനയും എല്ലാം കർത്താവ് കൊടുക്കുമെങ്കിലും ആടുകളുടെ പൊതു സ്വഭാവമുണ്ട്. ആടുകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ആടുകളെ മേയ്ക്കാൻ ഒരാൾ വേണം. ആടുകൾ എപ്പോഴും ഇടയനെ നോക്കുന്നു, ഇടയൻ പോയ വഴികളെ നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ആടുകൾക്ക് മുഴുവനും ഒരു ലക്ഷ്യമുണ്ട്. അത് ഇടയൻ നടത്തുന്ന വഴികളുമാണ്. അതിനെ സഹിക്കണമെങ്കിൽ ദൈവത്തിന് ന്യായം പ്രവർത്തിക്കുന്നതായിരിക്കണം. ഈ ജനം കാണിക്കുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അവരെ അക്കമിട്ട് ശിക്ഷിക്കാനും അവർ ചെയ്ത തെറ്റിനനുസരിച്ച വണ്ണം അവർക്ക് പകരം കൊടുക്കുവാനും ഇടയായാൽ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അത്രയും സ്ത്രീകളും, അപ്പോൾ 12 ലക്ഷം, അത്രയും വൃദ്ധന്മാരും അത്രയും കുഞ്ഞുകുട്ടികളും, ഏകദേശം 10-30 ലക്ഷം മനുഷ്യരോളം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടല്ലോ. അവരുടെ ഓരോ ശാഠ്യത്തിനും അവരുടെ ഓരോ സ്വഭാവ ദൂഷ്യത്തിനും മത്സരത്തിനും തക്കവണ്ണം അവരെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 30 ലക്ഷത്തിൽ ഒരാൾ പോലും യോർദാൻ കടന്ന് കനാൻ ദേശത്തെത്താൻ ഉണ്ടാകുകയില്ല.
ഒരാൾ പോലും. അതിപ്പോൾ ഇനി പറഞ്ഞ രണ്ടുപേര് കാലേബും യോശുവയും പോയി നമ്മൾ പഠിക്കുന്നു. അവർ പോലും ഈ അങ്ങേയറ്റം മോശ പോലും, മോശയെ സംബന്ധിച്ചിടത്തോളം മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ നമുക്കറിയാം. ആരും ഉണ്ടാവില്ല, ആർക്കും ആർക്കും അത് ആ സ്ഥാനത്ത് എത്താൻ സാധിക്കില്ല. അപ്പം അതിൻ്റെ അർത്ഥം അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ തെറ്റുകൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യാതെ നമ്മെ സംരക്ഷിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ആ നിലയിൽ ഏറ്റവും ആദ്യമേ തന്നെ ദൈവം ഇടയനായി നിയമിക്കുന്നവൻ, ദൈവം ശുശ്രൂഷയ്ക്കായി നിയമിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമാകട്ടെ, ഇത് ഓർത്തുകൊള്ളണം. എന്താണ്? ദൈവം തൻ്റെ ജനത്തെക്കൊണ്ട് നടത്തിക്കൊണ്ട് പോവുകയാണ്. അവരുടെ തെറ്റുകൾക്ക് ഒത്തവണ്ണം ദൈവം അവരോട് ചെയ്യുന്നില്ല. മാത്രമല്ല, മരിക്കുന്നതിൻ്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല. മരിക്കുന്നതിൻ്റെ മരണം ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല. പിന്നെയോ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി ദൈവത്തിൻ്റെ മുമ്പാകെ ഉണ്ട്. ഈ ജനം മുഴുവനും ലോകജാതികളിൽ നിന്ന് വിഭിന്നമല്ല. ലോകജാതികൾ നശിക്കേണ്ടവരാണെങ്കിൽ ഇവരും നശിക്കേണ്ടവരാണ്. ഇവർക്ക് മറ്റു ജാതികളെക്കാൾ യാതൊരു വിശേഷതയുമില്ല. അതുകൊണ്ട് മിസ്രൈമ്യരെ ഇസ്രായേലിനെ പിന്തുടർന്ന് ചെങ്കടലിലിറങ്ങിയ മിസ്രൈമ്യരെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ന്യായവിധിയാൽ നശിപ്പിച്ചു കളഞ്ഞ മിസ്രൈം ജനത്തെ പോലെ തന്നെ ഇവരും മരണയോഗ്യരാണ് എന്ന് രാപ്പകൽ കുറ്റം ചുമത്തി ഇസ്രായേൽ ജനത്തെ മുഴുവനും നശിപ്പിക്കാൻ വാദിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവുണ്ട്. അപ്പോൾ ഈ ജനത്തിനു വേണ്ടി ആര് നിൽക്കും? ഈ ജനത്തിനു വേണ്ടി ആര് നിൽക്കും? ഒരു മനുഷ്യന് വേണ്ടി ആര് സ്വന്തമെന്ന് കരുതി നിൽക്കും? അവിടെയാണ് നമ്മൾ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിലൊരു കാര്യം നമ്മൾ ചിന്തിച്ചത്. എന്താണ്? ഈ ശുശ്രൂഷ തുടക്കത്തിലൊരു കാര്യം ചിന്തിച്ചു. മക്കളില്ലാത്ത ദമ്പതിമാർ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു, ഒരു പെൺകുട്ടി. നിർധനരായിട്ടുള്ള ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ധനവാന്മാരായ ഈ ദത്തെടുക്കുന്നവർക്ക് ഈ ശിശുവിനെ കൊടുക്കുമ്പോൾ അവളൊരു നല്ല നിലയിലെത്തും, അവളെ ആ നിലയിൽ ജീവിപ്പിക്കും, അങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ള ആശയിലാണ് കൊടുത്തത്. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുഞ്ഞുങ്ങളുണ്ടായി. ഇവർ അതിനെ പൊന്നുപോലെ വളർത്താൻ തുടങ്ങി. ക്രമേണ ഈ പെൺകുട്ടി ഒരു വേലക്കാരിയായി. വളർത്തിയ പെൺകുട്ടി, മകളായിട്ട് വളർത്തിയ പെൺകുട്ടി വേലക്കാരിയായി. അതിനോട് കാഠിന്യം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് അത് അന്യമായി. അന്ന് തങ്ങൾ വളർത്താമെന്ന് ഏറ്റവും വിളിച്ചുകൊണ്ട് പോയ ആ അവസ്ഥയൊക്കെ മാറി. അന്ന് പറഞ്ഞ വാക്കുകളൊന്നും ഇന്നില്ല. ഇന്ന് അവൾ വേറൊരു നിലയിലാണ്. ഇത് ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ജനത്തെ മുഴുവനും മിസ്രൈമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇവരിൽ നിന്ന് വെളിപ്പെടാൻ സാധ്യതയുള്ള ജഡികതകളുണ്ട്. ഇവരിൽ നിന്ന് വെളിപ്പെടുവാൻ സാധ്യതയുള്ള ദോഷ സ്വഭാവങ്ങളുണ്ട്. ഇതിനൊക്കെയും ശിക്ഷയുമുണ്ട്. ഈ ശിക്ഷ ഓരോ തെറ്റിനും കൊടുത്തുകൊണ്ടിരുന്ന ഇവരിൽ ഒന്നുപോലും ശേഷിക്കില്ല. അപ്പോൾ ഇവരെ സ്വന്തമായിട്ട് കരുതി ഇവരെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാൻ ഒരാൾ വേണം. അതുപോലെ തന്നെ ഈ ജനത്തിൻ്റെ ഇടയിലുമുണ്ട്. എന്താണ്? ഈ ജനത്തിൻ്റെ ഇടയിലും തമ്മിൽ സ്നേഹിച്ച് സഹോദരങ്ങളെ ഉള്ളിൽ വഹിക്കുന്ന ഒരവസ്ഥ ഇവരിലും വേണം. അപ്പം ജനങ്ങളിലെല്ലാം സ്വന്തമായി കരുതുന്ന, സ്വന്തമായിട്ട് ഉള്ളതിനെ കരുതുന്നത് പോലെ ഈ ജനത്തെ കരുതാൻ ഒരാൾ വേണം. ഇവിടെയാണ് ഒരു ശുശ്രൂഷകന്റെ പ്രാധാന്യം, വിശ്വസ്തയുടെ പ്രാധാന്യം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ജനം
സീനായി മരുഭൂമിയുടെ ഭാഗത്ത് പാളയമിറങ്ങി. മോശ ന്യായപ്രമാണത്തെ പ്രാപിക്കാനായിട്ട് പർവ്വതത്തിലേക്ക് കയറിപ്പോയി. 40 രാവും 40 പകലും പർവ്വതത്തിലായിരുന്നു. ന്യായപ്രമാണം കൽപ്പലകയിൽ എഴുതിയതുമായി പർവ്വതത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത്, മോശ ചില ദിവസങ്ങളായിട്ട് കാണാതെ വന്നപ്പോഴേക്കും തങ്ങൾക്ക് ആശ്രയിക്കാനും തങ്ങൾക്ക് ആരാധിക്കാനുമായിട്ട് ദൈവങ്ങളെ വേണം. മിസ്രൈമിൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് പറഞ്ഞ് തങ്ങൾ വിശ്വസിച്ച് അവിടെ നിന്ന് വിടുവിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പായിട്ട് പോകാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തന്നു. വാശിയായി. അവിടെ വന്നപ്പോൾ അഹരോൻ പേടിച്ചു പോയി. കാരണം ജനം അതുപോലെ അവരവസ്ഥയിലാണ്. അവർക്ക് ദൈവങ്ങളെ ഉണ്ടാക്കി കൊടുക്കണം. ആഭരണം പറിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആഭരണം കയ്യിൽ കിട്ടി. എല്ലാവരും പറിച്ചു കൊടുത്തു. അഹരോൻ അത് തീയിലേക്ക് ഇട്ടു. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും തീയിൽ നിന്ന് ഉരുകി ഒരു രൂപം പുറത്തേക്ക് വന്നു. ഒരു കാളക്കുട്ടിയുടെ രൂപം. യഥാർത്ഥത്തിൽ ആ രൂപം യോശുവ അഹരോൻ ഉണ്ടാക്കിയതല്ല, അത് തന്നെ ഉണ്ടായതാ. അത് പുറത്തേക്ക് വന്ന ആ രൂപം അതിൽ ഒന്ന് ചീകി ഭാഷ വരുത്തി അത് തനതായ ഒരു കാളക്കുട്ടിയുടെ രൂപമാക്കി എടുത്തത് അഹരോൻ. അത്രേ ഉള്ളൂ. മോശ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കോപിച്ചു. കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചു. അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തു. എന്തു ചെയ്യും? 6 ലക്ഷത്തിൽ പരം പുരുഷന്മാരും അത്രയും സ്ത്രീകളും അത്രയും ജനവും മുഴുവനും നശിക്കത്തക്കവണ്ണം, അവരെ മുഴുവനും ഇല്ലാതാക്കത്തക്കവണ്ണം ദൈവം കോപിച്ചിരിക്കുക. ആര് ഇവർക്ക് വേണ്ടി ഇത് നിൽക്കും? ആര് ഇവർക്ക് വേണ്ടി പക്ഷം നിൽക്കും? ഈ സമയത്തും ഓർക്കണം, ആത്മീക മണ്ഡലം നമ്മൾ കാണുന്നില്ല. ആത്മീക മണ്ഡലത്തിൽ എതിരാളിയായ സാത്താൻ വാദിച്ചുകൊണ്ടിരിക്കുക. മിസ്രൈമിൽ നശിച്ചുപോയ ജനവും ഇതും തമ്മിൽ താരതമ്യം അവൻ അപ്പോഴും പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ജനം അവൻ്റെ ആളാണ് എന്നുള്ള നിലയിൽ അവൻ വാദിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട മോശയാകട്ടെ ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് കിടക്കുക. 3 രംഗങ്ങൾ നമ്മൾ ചിന്തിക്കണം. കർത്താവ് പറഞ്ഞു, ഇതാ ഈ ജനത്തെ മുഴുവനും ഞാൻ നശിപ്പിക്കാൻ പോവാ. ജനത്തെ മുഴുവനും നീ എന്നെ അങ്ങ് വിട്. അപ്പൊ എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവത്തെ പിടിച്ചു നിർത്തിയേക്കാന്ന്. അതെങ്ങനെ മോശ ദൈവത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നു? എന്നെ വിടുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വയ്ക്കാന്ന്. ഇസഹാക്കിന്റെ മകൻ യാക്കോബ് ദൂതനുമായി മല്ലു പിടിച്ചു. നേരം വെളുക്കോളം മല്ലു പിടിച്ചു. നേരം വെളുക്കാറായപ്പോൾ പറഞ്ഞു, എന്നെ വിടുക, ഉഷസ്തുതിക്കാറായി, എനിക്ക് പോകണം. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല. അപ്പൊ പിടിച്ചേക്കുക. എങ്ങനെ പിടിച്ചേക്കണേ? അവൻ അവനോട് കരഞ്ഞപേക്ഷിച്ചു. മോശപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അവനോട് കരഞ്ഞപേക്ഷിച്ചു. കരച്ചിൽ നിർത്തുന്നില്ല. ഒരാള് ആത്മാർത്ഥമായിട്ട് കരഞ്ഞും ദൈവമുമ്പാകെ നെടുമ്പാടും വീണ് കിടന്നാൽ അവൻ ദൈവത്തെ പിടിച്ചു നിർത്തിക്കുക. പിന്നെ അവൻ വിട്ടിട്ടല്ലാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ്. ഹൃദയത്തെ അറിയുന്ന ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴമാണ്. അങ്ങനെ ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ചിലരുണ്ട്. ഇവിടെ മോശയോട് പറയുകയാണ്, എന്നെ വിടുക. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വിഗ്രഹത്തെ ആരാധിച്ച് കാളക്കുട്ടിയെ ആരാധിച്ച് വന്ന് കിടക്കുന്ന ജനത്തെ നോക്കിയതിന് ശേഷം
കർത്താവ് പറഞ്ഞ വാക്കാണ് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളിച്ചെയ്തു. എന്നാൽ മോശ തൻ്റെ ദൈവമായ യഹോവയുടെ അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവ നീ ബഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നതെന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശം ഒക്കെയും നിങ്ങളുടെ സന്തതി കൊടുക്കുകയും അവർ അതിനെ എന്നേക്ക് അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. ഇവിടെ വലിയൊരു കോപം നടക്കുകയാണ്. ഈ ജനം മുഴുവനും മരണയോഗ്യരാണ്. ഒന്നാമത്തെ നമ്മളത് മനസ്സിലാക്കണം. ഈ ജനം മരണയോഗ്യരാണ്. അവരെ കൊല്ലാൻ വേണ്ടി തന്നെ ദൈവം എഴുന്നേറ്റിരിക്കുകയാണ്. പക്ഷേ ഈ ജനത്തെ നശിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇവർ ചെയ്ത പ്രവൃത്തി അനുസരിച്ചും രാപ്പകൽ കുറ്റം ചെയ്യുന്ന അപവാദിയുടെ അപവാദം നിമിത്തവും ദൈവം തൻ്റെ കോപം ജ്വലിപ്പിച്ച് ഇവരെ നശിപ്പിച്ച് കളയാൻ പോവാം. ഇങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ ഒരു വാക്ക് മോശയോട് പറയുന്നുണ്ട്. എന്താണ്? നിന്നെ ഞാൻ ഇതിനേക്കാൾ വലിയൊരു ജാതിയാക്കും. അതായത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അതേ വാക്ക് ഇപ്പോൾ മോശയ്ക്ക് കിട്ടിയേക്കുക. എന്ത് നഷ്ടം! ഞാനും എൻ്റെ സന്തതിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയായി എന്നറിയും. ഈ ജനത്തെ നശിപ്പിച്ച് കളയാൻ പോവാം. നമ്മളിവിടെ ഈ ചിന്ത തുടങ്ങുമ്പോൾ വിശ്വസ്തന്മാരുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് നമ്മൾ വായിച്ചത് അന്യമായതിൽ വിശ്വസ്തനായിരിക്കണം. അന്യമായതിൽ വിശ്വസ്തനായിരുന്നാൽ സ്വന്തമായത് ഫലമേൽപ്പിക്കും. അന്യമായതിൽ വിശ്വസ്തമായിരുന്നില്ലെങ്കിൽ സ്വന്തമായത് നിങ്ങളെ ആര് ഫലമേൽപ്പിക്കും? ആരും ഫലമേൽപ്പിക്കുകയില്ല. ഇവിടെയാണ് സ്വന്തം വന്നിരിക്കുക. സ്വന്തം, ഞാൻ, എനിക്ക്, എൻ്റെ തലമുറ, എൻ്റെ സന്തതി. അബ്രഹാമിന് എന്ത് വാഗ്ദത്തം കിട്ടിയോ? കൽദയ പട്ടണമായി ഊരിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് കർത്താവ് വാഗ്ദത്തം കൊടുത്ത അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, അതേ വാഗ്ദത്തം തന്നെ ഇപ്പം മറ്റൊരു രൂപത്തിൽ മോശയ്ക്ക് കിട്ടിയിരിക്കുക. ഇനി മോശയ്ക്ക് ജനിക്കുന്ന സന്തതിയുടെ സന്തതിയും ബാക്കി എല്ലാത്തെയും നശിപ്പിച്ച് കളയും. ഈ അഹരോനെയും എല്ലാത്തിനെയും. ഒന്നുമില്ല. ഇനി മോശ മാത്രമേ ഉള്ളൂ. മോശയും കുടുംബവും മക്കളും മാത്രമേ ഉള്ളൂ. മോശ പറഞ്ഞു, ജനത്തെ കൊണ്ട് പറയിക്കരുത് കർത്താവേ. ജനം മുഴുവനും ഈ ജനം നോക്കിക്കൊണ്ടിരിക്കുക, ജാതികൾ നോക്കിക്കൊണ്ടിരിക്കുക. മിസ്രൈമിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതും ജനത്തെ വിടുവിക്കുന്നതും ചെങ്കടലിൽ കടന്നതും മരുഭൂമിയിൽ കൂടി നടത്തിയതും ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതിയുണ്ട്. ഇവരെ കൊണ്ടുപോയത് ഇസ്രായേൽ ദേശത്ത് കനാൻ ദേശത്തേക്കൊന്ന് എത്തിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കൊണ്ടുപോയി നശിപ്പിച്ചതാണെന്ന് ജനത്തെ കൊണ്ട് പറയിക്കുന്നത് എന്തിനാ? അരുത് കർത്താവേ, അരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവൻ ദൈവത്തെ വിട്ടില്ല. നശിപ്പിക്കാൻ വിടുക എന്ന് പറഞ്ഞ ദൈവത്തെ മോശ വിട്ടില്ല. അപ്പോൾ കോപം നിമിത്തം നശിപ്പിക്കാൻ ഒരുങ്ങിയ ദൈവത്തിൻ്റെ പ്രവൃത്തി മോശ തടഞ്ഞു എന്ന് നമ്മൾ പഠിക്കണ്ടേ. ആവർത്തന പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അത് സ്പഷ്ടമായിട്ട് അറിയാം. ദൈവം അനുദപിച്ചു, തന്നെ വിടുന്നില്ല. പിന്നെന്ത് ചെയ്യും? മോശ തന്നെ വിടുന്നില്ല നശിപ്പിക്കാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളൊക്കെ ആദ്യം ചിന്തിച്ചത് എന്താ? അന്യമായതിൽ നീ വിശ്വസ്തനായിരുന്നാൽ സ്വന്തമായത് നിന്നെ ഫലമേൽപ്പിക്കും. അന്യമായതിൽ നീ വിശ്വസ്തനായിരുന്നില്ല എങ്കിൽ സ്വന്തമായത് ആരും നിന്നെ ഫലമേൽപ്പിക്കും. മോശ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം
ചില പരിഹാര ക്രിയകളൊക്കെ ചെയ്തു. അതിനുശേഷം ഒരു പ്രഖ്യാപനം നടത്തി, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ലേവ്യ ഗോത്രം മാറി നിന്നു. വിഗ്രഹത്തെ ആരാധിച്ചവരെ മുഴുവൻ കൊന്നുകളയാൻ പറഞ്ഞു. അവർ കയറി എല്ലാത്തിനെയും കൊന്നുകളയും. അങ്ങനെ വലിയൊരു സംഹാരം അവിടെ നടന്നു. ശുദ്ധീകരണ ക്രിയ അവിടെ നടന്നു. അതിനുശേഷം മോശ ദൈവത്തിൻ്റെ അടുക്കൽ വീണ്ടും വന്നു. ജനത്തെ നശിപ്പിക്കാതെ കാത്തു. ഒന്നാമത്തെ ഘട്ടം നശിപ്പിക്കാതെ കാത്തു. രണ്ടാമത്തെ ഘട്ടം വലിയൊരു ക്രിയയൊക്കെ ചെയ്തതിന് ശേഷം മോശ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു. കർത്താവേ, ഈ ജനം വലിയൊരു തെറ്റ് ചെയ്തു. വിഗ്രഹത്തെ ആരാധിച്ചു. സംഭവിച്ചു പോയി. എനിക്കറിയാം, കോപമൊന്നും തീർന്നിട്ടില്ല. നശിപ്പിക്കാതെ വണ്ണം പിന്മാറിയെങ്കിലും കോപം തീർന്നിട്ടില്ല. കർത്താവേ, ഞാൻ കാര്യം പറയട്ടെ, അവരോട് ക്ഷമിക്കണം. ഇനി അല്ല, നീ ക്ഷമിക്കില്ല. അവരോട് ഈ കോപം വെച്ചുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഈ വഴിയിലേക്ക് ഞങ്ങളെ വിളിച്ചിറക്കിയപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും പേരതിലുണ്ട്. അതിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായ്ച്ചു. വേണ്ട, എൻ്റെ പേര് വേണ്ട അതിനകത്ത്. കാരണം ഈ ജനം മുഴുവനും നശിച്ചിട്ട് ഞാൻ മാത്രം അതിനകത്ത് വേണ്ട. അത് മായ്ച്ചു കളഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്നാണെന്നറിയാമോ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോയതിൻ്റെ അവസ്ഥ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മോശേ, നീ എങ്ങോട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്താ പറഞ്ഞേ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയാനോ? നീ എങ്ങോട്ടാ? ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താ? മോശ പറയുന്നത് അനുദപിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇതിന്റെ പരിണത ഫലം അന്തം എന്താകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ജനം മുഴുവനും നശിച്ച് അവർ നാശത്തിനിരയായി പോയതിനു ശേഷം ഞാൻ മാത്രം എന്ത് ജീവിക്കുന്നു? വേണ്ട. കർത്താവേ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു. അതിനെ കർത്താവ് ചോദിക്കുന്നു, അന്യമായത് നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സ്വന്തമായത് ആര് നിന്നെ പരിമേൽപ്പിക്കും? ആ വാക്ക് കേട്ടപ്പോ കർത്താവ് പറഞ്ഞു, ജനത്തെ കൂട്ടിക്കൊണ്ട് പോ. നിന്റെ പേരൊന്നും ഞാൻ മായ്ക്കില്ല. എന്നോട് പാപം ചെയ്തവനുണ്ട്. നിന്റെ പേര് ഞാൻ മായ്ക്കില്ല. എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ മായ്ച്ചു. ആ വാക്യം ഒന്ന് വായിക്കാം. 32-31 പുറപ്പാട്. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞതെന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി ഇരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം. എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അന്യമായതിൽ വിശ്വസ്തൻ. മറ്റുള്ളവരെല്ലാവരും നശിച്ചിട്ട് ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസ്തനൊന്നുമല്ല, സ്വാർത്ഥന. ഇതാ സ്വന്തമായത് പരമേൽപ്പിക്കുകയാണ്. മോശയെ സ്വന്തമായത് പരമേൽപ്പിക്കുകയാണ്.
കാരണം അവൻ അന്യമായതിൽ വിശ്വസ്തനാണ്. പൗലോസിനെ സ്വന്തമായത് ഫലമേൽപ്പിക്കുക, കാരണം അന്യമായതിൽ വിശ്വസ്തനാണ്. എന്താ കാരണം? മോശയുടെ കാര്യം നമ്മൾ കണ്ടു. മോശയുടെ കാര്യം നമ്മൾ കണ്ടു. പൗലോസോ? വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ. ഞാൻ ക്രിസ്തുവിൽ, പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കാമായിരുന്നു. കേൾക്കണം. ഇപ്പൊ മോശ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഈ എൻ്റെ സഹോദരങ്ങൾ മുഴുവൻ ഞാൻ ഒരുമിച്ച് ആരാധിച്ച്, ഞങ്ങൾ ഒരുമിച്ച് ഈ സത്യത്തിന് വേണ്ടി നിലനിന്ന് പോരാടിയ എൻ്റെ ഈ സഹോദരങ്ങൾ മുഴുവനും നശിച്ചു പോയിട്ട് ഞാൻ മാത്രം മിടുക്കനായി, ഞാൻ മാത്രം ആ പദവിയിൽ എത്തുന്നതിനേക്കാൾ ഭേദം അവരോട് ചേർന്ന് ശാപഗ്രസ്തനായി പോകുന്നത് നല്ലത്. അന്യമായതിൽ നീ വിശ്വസ്തനായിരുന്നാൽ സ്വന്തമായത് നിന്നെ ഫലമേൽപ്പിക്കും. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ ആര് സ്വന്തമായത് നിന്നെ ഫലമേൽപ്പിക്കും? തന്നെ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒടുക്കിക്കളയാനും നശിപ്പിച്ചു കളയാനും കൊല്ലാനും അപമാനിക്കാനും ഉപദ്രവിക്കാനും തക്കവണ്ണം ഏതു സമയത്തും ഒരുങ്ങി നടക്കുന്ന ഒരു ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഇങ്ങനെ ഒന്നും വേണ്ടായിരുന്നു, അവരോട് കൂടെ ഞാനും ശാപഗ്രസ്തനായി പോയാൽ മതിയായിരുന്നു. പറയുമോ? പറയുമോ? അന്യമായതിൽ വിശ്വസ്തരായിരിക്കാം. അന്യമായതിൽ ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിൻ്റെ സന്തതിയാകാർ എല്ലാവരും മക്കളൊന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിച്ചവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. കർത്താവ് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ മോശയുടെ മനോഭാവം അങ്ങനെ തന്നെ പറയുകയാണ്. വിശ്വസ്തൻ്റെ മനോഭാവം അങ്ങനെ തന്നെ പറയുകയാണ്. എല്ലാവരും തീർന്നിട്ട് ഞാൻ മാത്രം രക്ഷപ്പെടാനോ? ഈ ജനം, ഈ ഇടം കൈ തിരിച്ചറിയാത്ത ജനം, ഈ ശാഠ്യം കാണിക്കുന്ന ജനം, ശരിയേത് തെറ്റെന്ന് എത്ര പഠിച്ചാലും മനസ്സിലാക്കാത്ത ഈ ജനം, അറിവില്ല, ബോധമില്ല, മത്സരികളാണ്, ശാഠ്യമുള്ളവരാണ്, ദോഷികളാണ്. ഇതെല്ലാം ശരിതാണ്. എന്നാൽ അവർ മുഴുവനും നശിച്ചു പോയി. ഞാൻ മാത്രം ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട് ആ പരമ പദവിയെ പ്രാപിക്കുന്നതിന് ഭേദം അവരോടുകൂടി ശാപഗ്രസ്തമാകുന്നതല്ലേ നല്ലത്. അത് മതിയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മോശ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നീ അവരുടെ പാപം അവരെ സന്ദർശിക്കുമെങ്കിൽ, ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ പേര് നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അന്യമായതിലുള്ള വിശ്വസ്തത. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇതിന് മറ്റുള്ളവരുടെ കാര്യം ഞാൻ അന്വേഷിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ചേരുന്ന പണിയല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമാണ്. കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പീൻ എന്നുള്ള ഒരൊറ്റ പ്രമാണത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്ന ഒറ്റ വചനമാണ്. നിന്റെ യഹോവയല്ലാതെ നിനക്ക് വേറെ ദൈവം നിനക്കുണ്ടാകുന്നു പോലും അല്ല. സകല പ്രമാണങ്ങളും ഈ ഒറ്റ വാക്യത്തിൽ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അന്യമായതിൽ വിശ്വസ്തനായിരിക്കുക. നിശ്ചയം സ്വന്തമായത് നിന്നെ ഫലമേൽപ്പിക്കും. അതിനായിട്ടല്ലയോ ദൈവം തൻ്റെ ജനത്തെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസ്തത
ഒരു മനുഷ്യനിൽ അന്വേഷിക്കുന്ന ദൈവം തന്റെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം താൻ രക്ഷപ്പെടുവാനല്ല, പിന്നെയോ തന്റെ സഹോദരങ്ങളോട് കൂടി ആ സ്വർഗീയ അവകാശം പ്രാപിപ്പാൻ സദാ ജാഗരിച്ചും അധ്വാനിച്ചും അതിനുവേണ്ടി ചിന്തിച്ചും ജീവിതം സമർപ്പിക്കുന്നവൻ ദൈവം സ്വന്തമായതിനെ അവങ്കൽ പരമേൽപ്പിക്കും. ആ വിശ്വസ്തന്മാർക്ക് ലഭിക്കുന്ന സ്വന്തമായതിനെ പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകും.